എല്ലാവരും ഞാൻ ഒത്തിരി നാൾക്ക് മുന്നേ തന്നെ തമ്മിലിട്ട് അറിയിച്ചിരുന്നു നമ്മുടെ സാന്ത്വനം വീടിൻ്റെ ഒരു ഹോം ടൂർ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാനത്തെ കൊട്ടാരം എന്ന് പറയുന്ന സി കേരളത്തിലെ സീരിയലിലാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സീരിയലിൻ്റെ ഞങ്ങളുടെ വീടാണ് ഇപ്പോൾ ഇത് കേട്ടോ. അപ്പോൾ ഈ വീട് കണ്ടപ്പോൾ തൊട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണം, ഈ വീടിൻ്റെ ഒരു ഹോം ടൂർ കാണാൻ ഒരുപാട് ആൾക്കാർക്ക്. കാര്യം സാന്ത്വനം എന്ന് പറഞ്ഞ സീരിയൽ അത്രയും ഹിറ്റായിരുന്നല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് ഈ ഒരു വീട് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാം. ഇതാണ് നമ്മുടെ മുറ്റം കേട്ടോ. ദേ കണ്ടോ, ഫുൾ വീട്. അപ്പോൾ ഇവിടെ ഒരു നല്ല അടിപൊളി ഒരു മാവുണ്ട്. ആക്ച്വലി ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാര്യം ഞങ്ങളുടെ സീരിയലിൻ്റെ ഷൂട്ട് ദേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർട്ടിസ്റ്റുകളും എല്ലാ ആൾക്കാരും അവിടെ നിൽക്കുന്നതുകൊണ്ട് വീട്ടിൻ്റെ അകത്ത് ആരുമില്ല. അപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാനിത് കാണിക്കാമെന്ന് വിചാരിച്ചതേ. ഈ ഒരു ഫ്രെയിമൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇവിടൊക്കെ മറ്റേ സാന്ത്വനത്തിൽ അവരൊക്കെ ഒരുപാട് ഇരുന്നിട്ടുള്ളൊരു പൂമുഖമാണ്. അപ്പോൾ ഇത് അവിടുത്തെ ഒരു മാവാണ്. ഈ ടയറും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ സീരിയലിന് വേണ്ടി ആക്ച്വലി ഇവിടുത്തെ ആർട്ടുകാർ പണിതതാണ് കേട്ടോ. ഈ മാവിൽ നിറയെ മാങ്ങയാണ്. ഇത് മുഴുവൻ ഞങ്ങൾ പറിച്ച് ആക്ച്വലി കഴിച്ചു. ഇനി കുറച്ച് മാങ്ങയുണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കണ്ടോ, ഇതാണ് നമ്മളുടെ എൻട്രൻസ്. ഇതൊരു പഴയ തറവാട് വീടാണ്. അപ്പുറത്ത് ഇതിൻ്റെ ഓണേഴ്സ് താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു റിനോവേറ്റ് ചെയ്തെടുത്തൊരു പുതിയ റൂമാണ്. അപ്പോൾ ഇതിനകത്താണ് ഞങ്ങൾ എല്ലാവരും ഇരിക്കുന്നത്. ഇവിടെ നമ്മുടെ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പോൾ ഇത് നമ്മളുടെ സീരിയലിലെ ഞങ്ങളുടെ ഭാനുക്കുട്ടീൻ്റെ അമ്മയാണ്, ശരണ്യ. ഞാൻ പറഞ്ഞല്ലോ, സെറ്റ് എല്ലാം കംപ്ലീറ്റ്ലി ഷൂട്ട് പുറത്ത് കിടക്കുന്നതുകൊണ്ട് പുള്ളിക്കാരത്തി ഇവിടെ റെസ്റ്റ് എടുക്കുക. അപ്പോൾ സാന്ത്വനത്തിനകത്തൊക്കെ ഇത് ഏത് റൂമായിരുന്നു എന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതാണ് കയറി വരുമ്പോൾ നമ്മുടെ മുറ്റത്തിൻ്റെ നേരെ റൈറ്റ് സൈഡുള്ളൊരു റൂം. ഇനി അകത്തോട്ട് കയറാവേ. അപ്പോൾ ഇത് നമ്മളുടെ ക്യാമറ അസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സീരിയലിൽ ഹോളായിട്ട് കാണിക്കുന്നത്. ഇതാണ് അപ്പോൾ സാന്ത്വനത്തിനെയും ഹോളായിട്ട് ഇത് തന്നെയായിരുന്നു. ഇവിടെ ഞങ്ങൾക്കൊരു വർക്ക് ചെയ്യാത്തൊരു ടി വി ഒക്കെ ഉണ്ട് കണ്ടോ. ഇതാണേ, ഇതായിരുന്നു തോന്നുന്നു നമ്മുടെ ശിവാഞ്ജലിയുടെ മുറിയായിട്ട് ചെയ്തിരുന്നത്. ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് ആക്ച്വലി ഇപ്പം നമ്മുടെ കോസ്റ്റ്യൂം റൂമാണ്. അപ്പം ഇന്ന് ഒരുപാട് ആർട്ടിസ്റ്റ് ഉള്ളത് കൊണ്ട് ഇവിടെ കോസ്റ്റ്യൂംസ് എല്ലാം അയൺ ചെയ്തിട്ടേക്കാണേ. കോസ്റ്റ്യൂമറിനെ കാണിച്ചു തരാം. ഞങ്ങളുടെ കോസ്റ്റ്യൂമർ ഇവിടെ ഒളിച്ചു കിടന്ന് ഉറങ്ങുക ഇവിടെ. ഹായ് ജിജു ചേട്ടാ. നമുക്ക് പണിയൊന്നും ഇല്ല, ഇന്ന് എല്ലാവർക്കും ഒറ്റ കോസ്റ്റ്യൂമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് എടുക്കുകയാണേ. അപ്പം ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്ന ശിവാഞ്ജലിയുടെ മുറി എന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ക്ഷമിക്കണം, ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇതായിരുന്നു തോന്നുന്നു. അപ്പം ഈ ഹാള്, അപ്പുറത്തൊരു മുറി, ഇപ്പുറത്തൊരു മുറി. ഇവിടെ ഇപ്പം ഞങ്ങളുടെ സീരിയലിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചേക്കാണ്. ഈ മുറി ഇതേ ഇരുണ്ട് കിടക്കുന്നത്. ഇവിടെ ഈ പഴയ വീടായതുകൊണ്ട് ഇവിടെ ലൈറ്റ്സ് ഒക്കെ ഭയങ്കര കുറവാണേ. ഇതേ കണ്ടോ, ഇവിടെ ഇപ്പം നമ്മുടെ ചന്ദനമഴയിലെ രൂപശ്രീ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഈ റൂം ഇന്ന് ചേച്ചി ഗസ്റ്റായിട്ട് വന്നൊരു ദിവസമാണ്. അപ്പോൾ കൊടുത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഫുൾ ചേച്ചിയുടെ സാധനങ്ങളാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളിത് മേക്കപ്പ് ചെയ്യാനൊക്കെ എടുക്കുന്നതാ. കണ്ടോ, സാന്ത്വനത്തിൽ ഈ റൂം ഡെഫിനറ്റ്ലി യൂസ് ചെയ്തിട്ടുണ്ടാവും. ഇതൊരു ടോയ്ലറ്റാണ്, പക്ഷേ ഏത് ആരുടെ റൂമാണെന്നൊന്നും എനിക്കറിയില്ല. ഇവിടുത്തെ അടുക്കള കാണിച്ചു തരാൻ ഭയങ്കര രസമാണേ. അപ്പോൾ ഹോള് കഴിഞ്ഞ് ഇനി നമ്മൾ അകത്തെ റൂമിലേക്ക് പോവാണേ. ദേ കണ്ടോ, ഇവിടെ ഒന്നും എല്ലാം ഇരുട്ടാ, ലൈറ്റില്ല എവിടെ. അപ്പോ അതെ അതെ, സാന്ത്വന വീടിന്റെ വ്ളോഗാണ്. ഹായ്, ഇതാണ് നമ്മുടെ ബിനോയ് ചേട്ടൻ. നേരത്തെ കാണിച്ച മാവിലെ മാങ്ങ മുഴുവൻ എടുത്ത് ഞങ്ങൾക്ക് പറിച്ചു തരുന്ന ആളാട്ടോ. ചേട്ടാ, സാന്ത്വനത്തിൽ ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ അതില് ശിവാഞ്ജലിയുടെ റൂം ഏതായിരുന്നു? പോയെ 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 വെറുതെ ആ പറ. അപ്പൊ ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇതും ഒരു ഹോളായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ വീണ്ടും ഒരു ബെഡ്റൂമാണ്. ഇത് മറ്റേ പഴയ രീതിയിൽ ചെയ്തേക്കുന്നതാണേ. കണ്ടോ, ഇതും എനിക്ക് തോന്നുന്നു അപർണയുടെയൊക്കെ റൂമായിട്ട് ഇതായിരുന്നോ എന്ന് ഡൗട്ടുണ്ട്. ഇപ്പം ഇന്നത്തേക്ക് നമ്മുടെ മേക്കപ്പ് ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ മേക്കപ്പ് മാൻ, മിസ്റ്റർ ശങ്കർ. ഹായ്.
ഇതാണ് ശങ്കർ, ഞങ്ങളുടെ ഏറ്റവും പ്രായം കുറഞ്ഞ മേക്കപ്പ് മാൻ ആണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ മാനത്തെ കൊട്ടാരത്തിൽ ഇതുവഴി ദേ പുറത്തിറങ്ങി നമുക്ക് കണ്ടോ വീണ്ടും ആ മാവിന്റെ സൈഡെത്തി. ജനലൊക്കെ കണ്ടോ, പഴയ ജനല്, ഒത്തിരി മുറ്റമുണ്ടേ, നിറച്ച് വാഴയും, പഴയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടാണ്, നല്ല രസമാണ്. ഇതാണ് ഒരു മുറി. ഇനി അടുത്ത മുറി കാണിച്ചു തരാവേ. ഇതാണ് അടുത്ത മുറി. കുറേ റൂംസ് ഉണ്ട്, കുട്ടി കുട്ടി റൂംസ്. ഇവിടെയാണ് ഞങ്ങൾ ലേഡീസ് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ അനിലേട്ടൻ ഇരിക്കുകയാണ്. അനിലേട്ടൻ റെസ്റ്റ് എടുക്കുന്ന റൂമാക്കി മാറ്റി. ഇതവിടുത്തെ ടോയ്ലറ്റ്. ഇതും ഒരു കൊച്ചു റൂമാണേ, ചെറിയൊരു റൂമാണ്. കണ്ടോ, സാന്ത്വനത്തിലെ പല ഷോർട്സിലും നിങ്ങളിത് കണ്ടിട്ടുണ്ടാകണം. വീണ്ടും ഇതുവഴി പോയി ഇവിടെ എത്തുമ്പോൾ അടുത്ത് വീണ്ടും ഒരു വലിയ റൂമാണ്. ഇവിടുത്തെ ലൈറ്റൊക്കെ ഇതാണ് ഞങ്ങളുടെ സീരിയലിൽ ഞങ്ങളുടെ ബെഡ്റൂമായിട്ട് കാണിക്കുന്നത്. കണ്ടോ, എൻ്റെ ഫോട്ടോ, എൻ്റെ കല്യാണ ഫോട്ടോയിൽ രാജീവിൻ്റെ തല മാറ്റി അനൂപേട്ടൻ്റെ തല വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് വേറൊരു റൂം. ഇതൊക്കെ ആവശ്യം വരുമ്പോൾ നമ്മുടെ ആർട്ട് നല്ല അടിപൊളിയാക്കി എടുത്തു തരും. ഇത് ശരിക്കും ഇവിടെ ആർട്ടിൻ്റെ റൂമാണ്. അല്ലാതെ സീരിയലിൽ നമുക്കിത് വേറെ റൂമായിട്ട് യൂസ് ചെയ്യാം. ഇത് ആർട്ട് പ്രോപ്പർട്ടീസ് ഒക്കെ എടുത്ത് വെച്ചേക്കാണേ. മധുചന്ദ്രിക ഞങ്ങളുടെ സീരിയലിൻ്റെ. ഇത് വേറൊരു റൂം. ഇനി ഇവിടെ നിന്ന് ഇതാണ് കിച്ചൺ. നല്ല അടുക്കളയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടമുള്ളൊരു അടുക്കളയാണ്. നല്ല രസമാണ് ഇവിടുത്തെ അടുക്കള കാണാൻ. ഇപ്പം ഈ അലമാരയൊക്കെ ഇപ്പം ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കുന്നതാണ് ആക്ച്വലി. ലൈറ്റ് ഭയങ്കര കുറവാണേ, ലൈറ്റ്സ് ഇല്ല. ഓക്കെ, ഇതാണ് നമ്മുടെ അടുക്കള. ഇത് ലൈറ്റപ്പ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ഭയങ്കര രസമാണ് ആക്ച്വലി. സ്റ്റൗവൊക്കെ വെച്ചിട്ട് നല്ല രസമുള്ളൊരു അടുക്കളയാണേ. ഈ അടുക്കളയുടെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ഇതൊക്കെ ഇപ്പം കെട്ടിയതാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ പ്രൊഡക്ഷനിലെ ചായ ഇടുന്നതാണേ. അച്ചു ഹായ്, ഹായ് പറ. ഹായ് ചേട്ടാ, ഹായ്. ഇവരെല്ലാവരും ചായ ഇടുന്ന തിരക്കാണ്. ഇപ്പോൾ വൈകിട്ടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത്. ഇത് ഞങ്ങളുടെ സീരിയലിൻ്റെ മഷ്റൂം കൃഷിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ്. ആർട്ട് പ്രോപ്പർട്ടിയാണ് ഇതൊക്കെ. ഇവിടെ വാഴ, ഇവിടെ വീണ്ടും മാവുണ്ട്, ഇവിടെ ഒരു ജാമ്പയ്ക്കുണ്ട്, ജാമ്പ. ഇതിനകത്തെ ഈ നീറിങ്ങനെ കൂട് വെക്കുന്ന സംഭവം നിങ്ങൾക്കറിയോ? കണ്ടോ, ചെറുതിലെ ഞാൻ എപ്പോഴും ഇതിനെ ഇങ്ങനെ രണ്ടാക്കി ഇങ്ങനെ വിടുമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പത്തിൽ മാവിലായിരുന്നു ഇത് കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഒരുപാട് ഇങ്ങനെ നീറിൻ്റെ കൂടുകളെ പൊട്ടിച്ച് ഞാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്കിത് കണ്ടൊരു കൗതുകം തോന്നി. ശരിക്കും ഞാൻ ഇത് ഞാൻ അങ്ങനെ പൊളിച്ചതാണേ. പക്ഷെ ഇപ്പം അത് ശരിയായി. ഇവർ പെട്ടെന്ന് തന്നെ ഇവരിത് ശരിയാക്കുമെന്ന് തോന്നുന്നു. അടിപൊളിയല്ലേ? ജാമ്പയ്ക്കൊന്നും ആയിട്ടില്ല, കുറേ പൂത്ത് നിൽപ്പുണ്ട്. നമ്മളതിനെ അതൊക്കെ എടുക്കുമായിരിക്കും അപ്പോൾ കിട്ടുവാണെങ്കിൽ. അപ്പോൾ പിന്നെ ഇതുവഴി നേരെ ഇറങ്ങുമ്പോൾ പിന്നെ വീണ്ടും മുറ്റമാണേ. ഇതൊക്കെ പിന്നെ വാഴ, മുറ്റം, വീടിൻ്റെ ബാക്ക് സൈഡ് അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഞാൻ സൈഡിൽ കൂടെ ഇറങ്ങി പുറത്തേക്ക് വരുവാണ്. ഇതാണ് നമ്മുടെ സാന്ത്വനം വീടിൻ്റെ ഒരു കുട്ടി ഹോം ടൂർ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇതുവഴി നേരെ നടന്ന് നമ്മുടെ ആർട്ടിസ്റ്റുകളെ എല്ലാവരെയും ഒന്ന് ജസ്റ്റ് പരിചയപ്പെടുത്തി തരാവേ. പുറത്തേക്ക് പോയിട്ട് എല്ലാവരെയും കാണിച്ചു തരാം. അവിടെ ഷൂട്ട് എടുക്കുന്നതും എല്ലാം ഞാൻ കാണിച്ചു തരാം. മൂന്ന് പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നിരഞ്ജൻ ചേട്ടൻ, എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ആ ബാക്കി നിൽക്കുന്നതാണ് ജെയിൻ ചേട്ടൻ, ഞങ്ങളുടെ സീരിയലിലെ വില്ലൻ വിക്രം. ആർക്കും അറിയില്ല. ഈ നിൽക്കുന്നതാണ് മഹാദുഷ്ടൻ. ഇതാണ് ഞങ്ങളുടെ. കണ്ടോ, പ്രേക്ഷകർക്ക് ഇത് മനസ്സിലായി കാണാനല്ലോ. കണ്ടോ, എന്നോട് ഷട്ടപ്പ് പറയുന്ന ഒരു ഡബിൾ പേരാണ് ഷട്ടപ്പ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിനെ ഇവിടെ പൊതുവിൽ അറിയപ്പെടുന്ന പേരാണ് ഷട്ടപ്പ്. ഇത് എന്തുകൊണ്ടാണ് അതേ വരുന്നത്? ഇതാണ് അടുത്ത ദുഷ്ടൻ 2. അതെ, മെയിൻ ദുഷ്ടൻ ഇതാണ്. സോറി ഗൈസ്, മെയിൻ ദുഷ്ടൻ ഇതാണ്. രണ്ടാമത്തെ ദുഷ്ടനാണ് അത്. ഇത് ഞങ്ങളുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ അഭിജിത്ത് രാവിലെ 7 മണിന്ന് മെസ്സേജ് ഇട്ട് ഞങ്ങൾ തമ്മിലൊരു ഫൈറ്റ് വിത്ത് ലവ് ആണ് അല്ലേ? ഞങ്ങൾ അടിയുണ്ടാക്കി ഇപ്പോൾ നല്ല സുഹൃത്തുക്കളായിരിക്കുകയാണ്. അപ്പോൾ
അപ്പൊ ഇതാണ് നമ്മുടെ സാന്ത്വനം വീടിന്റെ ഹോം ടൂർ കാണിക്കാം പോയെ. അപ്പൊ കൂട്ടത്തിൽ ഇനി മാനത്തെ കൊട്ടാരത്തിലെ ബാക്കിയുള്ളവരെ കാണിച്ചു തരാം, എന്നിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുവേ. ഞാൻ അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിരഞ്ജൻ ചേട്ടൻ എന്തോ ഒരു കാര്യം പറയണോന്ന് പറഞ്ഞോളൂ. അതായത് വേറൊന്നല്ല, ഇപ്പൊ എന്തായാലും ആതിരയുടെ ചാനൽ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതെ, ചാനലും കൂടി ഉണ്ട്, നിരഞ്ജൻ നായർ എന്നുള്ള ഇവരൊന്നും സമ്മതിക്കില്ല, നിരഞ്ജൻ നായർ എന്നുള്ള പേര്. ഓക്കെ, നമ്മള് ജെയിൻ ചേട്ടൻ എന്ന ശല്യത്തെ ഒഴിവാക്കിയിരിക്കുകയാണ്. പറഞ്ഞോളൂ. എന്തായാലും നമ്മൾ ഈ വീഡിയോ എല്ലാം എല്ലാവരും കാണുന്നുണ്ട്. അപ്പൊ അക്കൂടെ ഒരു കാര്യം ചെയ്തേക്ക്, എന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട് നിരഞ്ജൻ നായർ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതൊന്ന് പറ്റിയാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, വീഡിയോസ് ഒക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. എസ്പെഷ്യലി ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അതിന് പറ്റിയ ഒരുപാട് വീഡിയോസ് ആണ് നിരഞ്ജൻ ചേട്ടൻ ഇടുന്നത്. പിന്നെ നിരഞ്ജൻ ചേട്ടന്റെ ഫാമിലി ലൈഫ് അല്ലേ, അങ്ങനത്തെ കുറെ വിശേഷങ്ങളൊക്കെ ഇടുന്നുണ്ട്. മിക്സ്ഡ് ആയിട്ടാണ്. അപ്പം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നിരഞ്ജൻ നായർ. ഓക്കെ, ഇനി ഇതേ നമ്മൾ ഇങ്ങോട്ട് പോവാണേ, നമ്മുടെ മാനത്തെ കൊട്ടാരം. ബാക്കി എല്ലാ ആക്ടേഴ്സിനെ ഇതാണ് ഞങ്ങളുടെ നായകൻ ജയ് കാർത്തിക്. ജയിനെ കാണിക്കുമ്പോ ജയ് പരിപ്പൂടെയാണോ പ്രേക്ഷകരെ കാണിക്കുന്നത്? ഒന്ന് സംസാരിച്ചേ. എന്താണ് സംസാരിക്കേണ്ടത്? ഇപ്പൊ നിങ്ങൾക്ക് ഇവന്റെ യഥാർത്ഥ ശബ്ദം മനസ്സിലായോ? ഡബ് ചെയ്യുമ്പോ കേൾക്കുന്ന സൗണ്ട് അല്ല, ആക്ച്വലി ഫ്രം ഇതാണ് എന്റെ യഥാർത്ഥ ശബ്ദം. ഒന്ന് കുറച്ച് മലയാളം സംസാരിച്ചേ. എന്താണ് മലയാളത്തിൽ മാറിയുന്നേ ശല്യമേ. അവിടെ നിന്ന് ഒഴിവാക്കി വിട്ടിട്ട് ഇവിടെ വീണ്ടും വന്നേക്ക. അയ്യോ, ജയ് ആക്ച്വലി മുംബൈ നിന്നാണ് കേട്ടോ. പക്ഷെ നല്ല വൃത്തിയായിട്ടൊക്കെ മലയാളം സംസാരിക്കും അല്ലേ? നല്ല വൃത്തിയായിട്ട് സംസാരിക്കും. എന്തെങ്കിലും പറയേ പ്രേക്ഷകര്. മാനത്തെ കൊട്ടാരം എങ്ങനെ പോകുന്നു? മാനത്തെ കൊട്ടാരം സൂപ്പറാണ്. ആർട്ടിസ്റ്റുകളെല്ലാരും സൂപ്പറാണ്. ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള ഒരു നടിയുണ്ട് ഇവിടെ. നടിയുടെ പേര് ആതിര എന്നാണ്. എനിക്ക് വയ്യ, പോവിടുന്ന്, എനിക്ക് നാണം വരുന്നു. എനിക്ക് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യയുടെ പരിപ്പട എനിക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ വീഡിയോ തന്നെ എന്റെ അതിൽ നിന്നെ പറ്റി നാല് നല്ല വാക്ക് ഞാനും പറയാം. പരിപ്പട ഒഴിഞ്ഞോടൊക്കെ എനിക്കും കൂടെ പറയാം. ഇല്ല ഇന്നത്തെ എനിക്കാണ്, നാളത്തെ ഞങ്ങളുടെ കണ്ണിൽ ഉണ്ണിയാണ്, മാങ്ങയാണ്, തേങ്ങയാണ്, ചക്കയാണ്, എല്ലാം. അയ്യേ, ഒരു പരിപ്പൂടയ്ക്ക് വേണ്ടിയാണ്. ബിരിയാണി എവിടെ ദേവു? ബിരിയാണി ബീഫ് ബീർ എന്നാണ് പറഞ്ഞത്. എനിക്ക് വെജ് മതി. വെജ് ബിരിയാണി എന്നുള്ളൊരു സാധനം ഇല്ല. വൈകുന്നേരം ഇതൊക്കെ ഊരി വെച്ച് ബീറടി. അത് വെജാണ്, ബിരിയാണി അല്ല, അത് പുലാവാണ്. വൈകുന്നേരം ഇതൊക്കെ ഊരി വെച്ചിട്ട് ബീറടി. ഇത് ഗോപികയുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഗോപിക നിരഞ്ജന്റെ വൈഫാണ് കേട്ടോ. ക്ഷമിക്കണം, നല്ല വൈകുന്നുണ്ടോ? ഇവിടത്തെ ബാക്കിൽ ഇപ്പൊ വൈകിട്ടത്തെ ചായ ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഷൂട്ട് ഇവിടെ ആയതുകൊണ്ട് വീഡിയോയില് പറയാന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്തിരുന്ന എന്താണ് എന്റെ ഉൾവട ഞാൻ പറഞ്ഞൊക്കെ തിരിച്ചെടുത്തു. ആതിര സ്നേഹമില്ലാത്തവളാ. ഇല്ല നല്ല സ്നേഹമുള്ള ആളാണ്. എന്നെ കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണിലെ ഉണ്ണിയാണ്. മാലയൊക്കെ ഊരി കഴിയുമ്പോ എനിക്ക് ബിരിയാണി മേടിച്ചതാന്ന് പറഞ്ഞു. ഇതാ ഞാൻ പറഞ്ഞു, വൈകുന്നേരം മാല ഊരിക്കുമ്പോ ബിരിയാണി. വൈകുന്നേരം മാല ഊരി കഴിയുമ്പോഴത്തല്ല, മലക്ക് പോയിട്ട് വന്ന്. ആസാമി. ഞാൻ ആസാമി ഒന്നുമല്ല, കേരളക്കാരനാണ്. കള്ളത്താടി തന്നെ പണ്ട് വിളിച്ചുകൊണ്ടിരുന്നത്. ചായ കുടിക്കുന്നു നമ്മളുടെ നായിക. അവനെ കാണിക്കണ്ട. ഇതാണ് ആതിരയുടെ മോൻ. ഹലോടാ, 5ാം ക്ലാസ്സിൽ പഠിക്കാണ്. നിന്റെ ഗേൾഫ്രണ്ടിന്റെ പേരെന്താ? ആമി. ഇത് കാണുന്നുണ്ടെങ്കിൽ ആമിയുടെ പേരന്റ്സ് കാണുന്നുണ്ടെങ്കിൽ എത്ര വേഗം കൊച്ചിനെ രക്ഷപ്പെടുത്തുക. അതെ, സെന്റ് തോമസിലാണ് ഇവൻ പഠിക്കുന്നത്. സെന്റ് തോമസിലെ 5 സി പഠിക്കുന്ന ആമിയുടെ രക്ഷകർത്താക്കളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എന്താ പെൺകുട്ടിയുടെ ജീവിതം തന്നെ പോയി. അനൂപ് വിജയനോ? അനൂപ് എന്നാണ് പേര്. ആള് മഹാഭിഷുക്കനാണ്. ബാക്കിയുള്ള മറ്റേ ആൾക്കാരടുത്തേക്ക് പോവാം. ഇവൻ ക്യാരക്ടറാണ് കേട്ടോ പറയുന്നത്. അനൂപേട്ടാ, തൃശ്ശൂരുകാരൻ. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞാലായിരിക്കും ചിലപ്പോ കൂടുതൽ അറിയാം അല്ലേ?
അല്ലേ? അതെ. അതെന്തൊരു അതേക്ക് ഒരു ബുദ്ധിമുട്ട്. അനുപേട്ടന്റെ വൈഫായിട്ടാണ് ഞാൻ ഈ സീരിയൽ ചെയ്യുന്നത്. അനുപേട്ടന്റെ വായിക്കാത്ത ഒഴുന്നോടെ ഇരിക്കുന്നോണ്ടാ. കഴിക്കട്ടെ. വിശേഷം എന്തെങ്കിലും പറയാനുണ്ടോ മാനത്തെ കൊട്ടാരത്തിനെ കുറിച്ച്? കാണണം. ഒളിച്ചു നിൽക്കുന്ന നായികന്മാരുടെ അടുത്ത് പോവാണേ. ഇടയ്ക്ക് വന്നപ്പോ ഈ ചെറുക്കം വന്ന് ശല്യം ചെയ്ത്. അതല്ല, അതെ. ഓ, കാണിക്കണ്ടായിരുന്നു. ഇത് നമ്മുടെ രേഷ്മ മോനിഷയാണ് നമ്മുടെ ലീഡ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ആണ്. മാനത്തെ കൊട്ടാരത്തിനെ കുറിച്ച് എന്തെങ്കിലും പറ. ഈ വ്ളോഗ് ആക്ച്വലി സാന്ത്വനം വീടിന്റെ ഹോം ടൂർ ആണ്. എന്റെ ഞാൻ പിന്നെ എല്ലാരെയും ഒന്ന് പരിചയപ്പെടുത്തുന്നതാണ്. അതെ, വീടായി. രേഷ്മ ഇങ്ങനെയല്ല സംസാരിക്കും. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാ ഓ ഇങ്ങനെയാണ് പറയുന്നത്. അതെ, കണ്ട അത് പക്ഷെ ഇവള് പറയോ? ഇതാണ് നമ്മുടെ വിനു ചേട്ടൻ. നമ്മുടെ സീരിയലിലെ വിനു ചേട്ടനാണ്. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി. സുഖങ്ങളല്ലേ? എല്ലാരും എന്തൊക്കെ പറയാ, സുഖങ്ങളെന്നു വിശ്വസിക്കണം. അടിപൊളിയായിരിക്കും. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ ശരി. ചായ നടക്കട്ടെ. ഞാൻ ചായ കുടിക്കില്ലല്ലോ. ജയ് എന്നെ കുറിച്ച് 10 വാക്ക് പൊക്കി പറഞ്ഞുകൊണ്ട് വാട അവനും കൊടുത്തു. എടി നിന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ? ശരി, അത് ചായ കുടി നടക്കട്ടെ. ബൈ. ഇത് ഞങ്ങളുടെ ലക്ഷ്മിയുടെ അച്ഛനാണ് കേട്ടോ. നിങ്ങൾ എല്ലാരും കുറെ സീരീസിലും സിനിമയിലും ഒക്കെ ഈ മുഖം കണ്ടിട്ടുണ്ടാകും. 1000 ബേബീസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ലക്ഷ്മിയുടെ കൂടെ വന്നതാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ എന്താ പറയാ, അല്ല, ആർട്ടിസ്റ്റും കൂടെയാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് നമ്മുടെ ലക്ഷ്മി. ഇതാരാണെന്ന് ഞാൻ പ്രത്യേകിച്ച് അഭിമുഖീകരിച്ച് പറഞ്ഞു തരണ്ടല്ലോ. മിണ്ടായിരിക്കണം, വിളിച്ചോണ്ട് പോ. ഇതാണ് നമ്മുടെ സ്വന്തം അനിലേട്ടൻ. നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. വളരെ എന്താ പറയാ, സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. സുന്ദരൻ, സുമുഖൻ. പൊക്കട്ടെ ഞാൻ. ക്യാമറ ഇറിറ്റേറ്റഡായി. ഞാൻ ഇനി ശബ്ദം ഉണ്ടാക്കില്ല. ഇത് നമ്മളുടെ എല്ലാവരുടെയും ഏറ്റവും ഇഷ്ടപ്പെട്ട താരം. നമ്മുടെ മലയാളികൾ എത്ര വർഷം കഴിഞ്ഞാലും മറക്കാത്ത ഒരാളാണ് നമ്മുടെ ദേശായി കുടുംബത്തിലെ ഊർമിള, അല്ലേ? ആ കഥാപാത്രം എത്ര നാളായാലും മറക്കില്ല. അത്രയ്ക്ക് ഫേമസ് ആണ് നമ്മുടെ ചന്ദനമഴയും അതിന്റെ കഥാപാത്രമൊക്കെ. ചേച്ചി നമ്മുടെ സീരിയലിൽ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ഡേ ആട്ടോ. പിന്നെ ഈ കാണുന്ന ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. സോറി, നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചി ഞാനും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. കുടുംബങ്ങളൊക്കെ തൊട്ട്. അതെ, അന്നും ഇതേപോലെയൊക്കെ വീഡിയോ എടുക്കുന്നത് ചേച്ചി കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതാ, ഇവിടെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റില്ല. അവിടെ ഷൂട്ട് നടക്കുവാണ്. ചായ കുടിക്കുന്നു. മഞ്ജു ചേച്ചി എന്താ മാനത്തെ കൊട്ടാരത്തിന് പറയാനുള്ള? മാനത്തെ കൊട്ടാരം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പുതിയ കുറേ കുറച്ച് പുതിയ ആൾക്കാരൊക്കെ ഞങ്ങളുടെ മാനത്തെ കൊട്ടാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇവർ രണ്ടുപേരും ഇരട്ടകളാണ്. ഇരട്ടാസ് പരട്ടാസ്. അതെ, ഞാനത് പറയാൻ പിന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെയോ പറയുന്നത് എഴുതിയിട്ടോ. കറക്റ്റായിട്ട് അവള് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ്. അല്ലേ ബ്രോ? അല്ലേ ബ്രോ? അതെ ബ്രോ. അതെ ബ്രോ. അതെ. രണ്ട് ദുഷ്ടന്മാരും ഒരുമിച്ചാണല്ലോ. ഞങ്ങളുടെ പൂജാരി ചേട്ടനാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്വന്തം റാണിമ്മ. ആരുമല്ല, വ്ളോഗാ. യോ നമ്മളുടെ യോ പറഞ്ഞതാണോ? യോ നമ്മളുടെ മേക്കപ്പ് അസിസ്റ്റന്റ്. ഇത് നമ്മുടെ ആർട്ടിസ്റ്റാണ്.
ഇവിടെ ഷൂട്ട് നടക്കുകയാണേ. ശ്രീകലാമ്മയാണ് നിൽക്കുന്നത്. ഞങ്ങളുടെ അസോസിയേറ്റ് ആണേ, അഭിജിത്ത് ഏട്ടൻ. ക്യാമറ, ഡയറക്ടർ. ഇതാണ് ഞങ്ങളുടെ സീരിയലിലെ ഭാനുക്കുട്ടി കേട്ടോ. വളരെ സ്മാർട്ടായിട്ടും ക്യൂട്ടായിട്ടും ആക്ട് ചെയ്യുന്ന ഒരു പുള്ളിക്കാരിയാണ്. ഇവള് വളരുമ്പോൾ വലിയൊരു നടിയാവുമെന്നാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഡയറക്ടർ TA സജി സർ. സർ ഒത്തിരി വർക്ക്സ് ചെയ്തിട്ടുള്ള ആളാണ്. ഇത് നമ്മുടെ അസോസിയേറ്റ്, ബാക്കി കാണുന്നതൊക്കെ നമ്മുടെ ക്യാമറ ടീമാണ്. അപ്പോൾ സാറ് ഇരുന്ന് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ശരിക്കും ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഒരുപാട് നേരം വെയിലത്ത് പുറത്തു നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പൂജയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ല ബുദ്ധിമുട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ആ അസോസിയേറ്റ് അഭിചേട്ടനും അടിപൊളിയാണ്. ഇവിടെ തകർത്ത് ഷൂട്ട് എടുക്കുന്നു. ഇനി ഒരാളെയും കൂടി ഞാൻ പ്രധാനപ്പെട്ട ആളെയും കൂടി കാണിച്ചിട്ട് നമ്മുടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ സോ ഗൈസ്, ലാസ്റ്റ്, അതായത് ഒരു സംഭവത്തിൻ്റെ ലാസ്റ്റ് ആണല്ലോ അതിൻ്റെ ഹെഡ് വരുന്നത്. അപ്പോൾ അതേപോലെ നമ്മുടെ വീഡിയോയിൽ ഇതേ കണ്ടോ, നമ്മുടെ സ്വന്തം സജിത ചേച്ചി നമ്മുടെ സീരിയലിൻ്റെ സെൻട്രൽ ക്യാരക്ടറാണ്. ചന്ദ്രിക എന്ന് പറയുന്ന ക്യാരക്ടറാണ്. സജിത മഠത്തിൽ എന്ന് പറയുന്ന സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് കേട്ടോ. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഷട്ടർ എന്ന് ഭയങ്കര എളിമയാണ്. ഇതേ കണ്ട ചിരിച്ചിട്ട് നിൽക്കുന്നുണ്ട്. നാണം വന്നു. അപ്പോളേ ആദ്യം പറ, നാരായണീൻ്റെ 3 മക്കൾ ഇറങ്ങിയിട്ട് എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസാണ്. ഞാൻ ഷട്ടറിലൊക്കെ അഭിനയിച്ചതിന് ശേഷമാണ് എനിക്കിങ്ങനെ ഷട്ടറൊക്കെ വന്നിറങ്ങിയ സമയത്ത് കുറേ ആളുകളുടെ കമന്റ്സ് ഒക്കെ വരുമായിരുന്നു. പിന്നെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷം യഥാർത്ഥത്തിൽ കൂടുതൽ അതുപോലെ കമന്റ്സ് വരുന്നത് നാരായണിയുടെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ നാളെ തിയേറ്ററിൽ ഞങ്ങൾ ഒരുമിച്ച് പോയി കാണും കേട്ടോ. ഈ വ്ളോഗ് വരുമ്പോഴേക്കും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ആ മൂവി കാണുക. സുരാജ് ചേട്ടൻ, ജോജു ചേട്ടൻ, അലാൻഷിയർ ഇവരെല്ലാവരും ആണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ചേച്ചിയുണ്ട്, പിന്നെ വേറെ ആരൊക്കെ? ഗാർഗിയുണ്ട്, പിന്നെ ഷെല്ലിയുണ്ട്. എല്ലാം ഗംഭീര ആക്ടേഴ്സാണ്. എൻ്റെ കാര്യമല്ല പറയുന്നത്, ബാക്കി എല്ലാവരും നല്ല. മാനത്തെ കൊട്ടാരം എന്താ പറയാനുള്ളേ? മാനത്തെ കൊട്ടാരത്തിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെ ഒരാളൊക്കെ കിട്ടിയത്. ബാക്കിലത്തെ സൗണ്ട് ഉള്ളതുകൊണ്ട് കേൾക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ പറഞ്ഞ അവരെ പോലെ ഉഴുന്നോടെ കൊടുത്ത് പറയിപ്പിക്കുന്നതല്ല. ശരിക്കും ഇവിടുത്തെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ചേച്ചി. ഞങ്ങൾ തമ്മിൽ വേറൊരു ബോണ്ടാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബോണ്ടാണ്. ചേച്ചി എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇതാണ്. അപ്പോൾ ഞങ്ങളുടെ മാനത്തെ കൊട്ടാരം ഫാമിലി. ഞാൻ ആക്ച്വലി ഈ വീടിൻ്റെ ഒരു ഹോം ടൂർ കാണിക്കായിരുന്നു. ഈ വീട് സാന്ത്വനം എന്ന് പറയുന്നൊരു സീരിയലിൻ്റെ ആയിരുന്നു. അപ്പോൾ അത് ഭയങ്കര പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ളൊരു സീരിയലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഹോം ടൂർ കാണിച്ചപ്പോൾ ലാസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് അവസാനിപ്പിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവരും മാനത്തെ കൊട്ടാരം കാണുക. സി കേരളം രാത്രി 8:30 മണി. ഞങ്ങളപ്പോൾ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിലെല്ലാവരും നിന്ന് സൊറ പറയുന്നത് കണ്ടോ. ഓക്കെ, ബൈ.